ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിംഹത്തിന്റെ കഥയാണ്. കഥയ്ക്ക് മുമ്പായിട്ട് നമ്മൾക്ക് ഇന്നത്തെ കുസൃതി ചോദ്യം കേട്ടാലോ? ഞെട്ടില്ല വട്ടയില, ആരാണ് ഞാൻ? കൂട്ടുകാരെ, ഉത്തരം ഓർത്തു വെച്ചോളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കഥയുടെ അവസാനം പറയാം. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. എപ്പോഴും അവൻ മൃഗങ്ങളെ വേട്ടയാടുകയും പേടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ മൃഗങ്ങളെല്ലാവരും സിംഹത്തിന്റെ അടുത്തെത്തി. അവർ സിംഹത്തോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും ഒരു മൃഗത്തിനെ നിനക്ക് ഭക്ഷണമായി അയക്കാം. നീ മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കരുത്. സിംഹം അങ്ങനെ തന്നെ ചെയ്യുവാൻ സമ്മതിച്ചു. അടുത്ത ദിവസം മൃഗങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു മുയൽക്കുട്ടിയെ സിംഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. മുയൽ സിംഹത്തിന്റെ കൂടിനടുത്തെത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ 5 മുയലുകൾ ഇവിടേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു സിംഹം വന്ന് എന്റെ കൂടെയുണ്ടായിരുന്ന 4 മുയലുകളെയും കൊന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ആ സിംഹത്തിനെ ഇപ്പോൾ തന്നെ താൻ കൊല്ലുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സിംഹം പുറപ്പെട്ടു. വരൂ രാജാവേ, ഞാൻ വഴി കാണിക്കാമെന്ന് പറഞ്ഞ് മുയലും കൂടെ കൂടി. മുയൽ സിംഹത്തിനെ ഒരു വലിയ കുളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. മുയൽ കുളത്തിൽ കണ്ട സിംഹത്തിന്റെ പ്രതിബിംബം നോക്കി പറഞ്ഞു, ഇതാണ് താൻ പറഞ്ഞ സിംഹമെന്ന്. അത് കേട്ടതും കുളത്തിൽ കണ്ട സിംഹത്തെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് സിംഹം കുളത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ സിംഹം വെള്ളത്തിൽ താണുപോയി. കാട്ടിലെ മൃഗങ്ങളെല്ലാം മുയലിന് നന്ദി പറഞ്ഞു. അവർ സിംഹത്തെ പേടിക്കാതെ സന്തോഷമായി ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ പോലും നേരിടുവാൻ കഴിയും. കൂട്ടുകാരെ, നമ്മുടെ കടങ്കഥയുടെ ഉത്തരം പപ്പടം എന്നാണ്.